Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളവർ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ, അതായത് വാല്യുബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ആൻസർ തരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് കസ്റ്റം URL. കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്, എങ്ങനെയാണ് ഇതിന്റെ ക്രൈറ്റീരിയ എന്നുള്ള ഡൗട്ടുകളൊക്കെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ളവർക്ക് ഉണ്ടാവും. ഞാൻ തമ്പനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനു മുമ്പുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 100 സബ്സ്ക്രൈബ്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റം URL നിർമ്മിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 100 സബ്സ്ക്രൈബ്സ് മാത്രം പോരാട്ടോ. യൂട്യൂബിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, കസ്റ്റം URL നിർമ്മിക്കാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, നമ്മുടെ ചാനൽ 1 മാസത്തെ പഴക്കം ഉണ്ടായിരിക്കണം. ഓക്കെ, ചാനൽ ബാനർ ഉണ്ടായിരിക്കണം, ചാനൽ ഐക്കൺ, അതായത് പ്രൊഫൈൽ ചിഹ്നം ഉണ്ടല്ലോ, ഇപ്പൊ എന്റെ ഫോട്ടോ ആണ് എന്റെ ചാനലിന്റെ, അതുപോലെ പ്രൊഫൈൽ പിക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ ഷമീർ ടാക്സ് എന്ന് പറയുന്ന ചാനലിൽ ഞാൻ ചാനൽ ബാനർ കൊടുത്തിട്ടില്ല, പക്ഷെ എനിക്ക് കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട്. കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്തവർക്ക് അതിന്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇതിൽ മെയിൻ ആയിട്ട് പറയാൻ പോകുന്നത്, ചില ആളുകൾക്ക് 100 സബ്സ്ക്രൈബ്സ് ആയി 1 മാസത്തിന്റെ മേലെയായി ചാനൽ കൊണ്ടുപോകുന്നു, ചാനൽ ഐക്കൺ ഉണ്ട്, ചാനൽ ബാനർ ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക്, അതുപോലെ തന്നെ ചാനൽ ഐക്കൺ വെക്കാത്തവർക്കും തീർച്ചയായിട്ടും കിട്ടുന്നതല്ല. ചാനൽ ഐക്കൺ എന്ന് വെച്ചാൽ ചാനൽ പ്രൊഫൈൽ പിക്ചർ. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം URL കിട്ടുള്ളൂ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഞാൻ എന്നോട് ഇമെയിൽ ID പാസ്വേഡ് തന്നിട്ട് ഞാൻ ചെയ്ത ഒരു ചേട്ടന്റെ ചാനലില് അദ്ദേഹത്തിന്റെ പേര് മാറ്റിയപ്പോഴാണ് കസ്റ്റം URL അവിടെ എനേബിൾ ആയത്. അപ്പൊ പേര് മലയാളത്തിൽ എഴുതിയിട്ട് ആന്റണി എന്തോ ആയിരുന്നു ആ ചേട്ടന്റെ പേര്. അപ്പൊ അതില് പേര് ചേഞ്ച് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പേര് മാറ്റി വേറൊരു ചാനൽ നെയിം കൊടുത്തപ്പോൾ അവിടെ കസ്റ്റം URL വന്നിട്ടുണ്ടായിരുന്നു. രണ്ടാമത് പ്രൊഫൈൽ പിക്ചർ വെക്കാണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ, അതായത് നമ്മുടെ ജോൺ ബാസ്റ്റിൻ ചേട്ടനാണ്. അപ്പൊ ഇദ്ദേഹത്തിന് കസ്റ്റം URL വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് അയക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ചാനൽ URL മാത്രമേ ഉള്ളൂ, കസ്റ്റം URL ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ചാനലിൽ 100 സബ്സ്ക്രൈബ്സിന് മേലേക്ക് ആയതാണ്. അപ്പോൾ ഇദ്ദേഹം താഴെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പുതിയ ചാനലിൽ ഞാൻ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ബേസിക് ഇൻഫോയിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവിടെ ഡിഫോൾട്ട് URL കാണുന്നുണ്ട്, പക്ഷേ കസ്റ്റം URL ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഇങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ചാനൽ നെയിം ഒന്ന് മാറ്റേണ്ടി വരുമോ എന്ന് ഓർത്ത് നേരത്തെ ചെയ്യാതിരുന്നത്. റിപ്ലൈ തരുമോ എന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ, ഹായ് ചേട്ടാ, ചാനൽ നെയിം എന്താണെന്ന് പറയാമോ എന്ന് വെച്ചു. കാരണം ഞാൻ സെർച്ച് ചെയ്തിട്ട് നോക്കാം എന്ന്, ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചാനൽ ഐക്കണോ അതുപോലെ തന്നെ ബാനറൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം, പേരെന്താണെന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ചാനൽ ഇത്തരത്തിൽ നമ്മൾ എപ്പോഴും ഒരു വ്യക്തികൾ വന്നു കഴിഞ്ഞാൽ ചാനൽ ലിങ്ക് അയക്കൂ എന്ന് പറയും. കാരണം ചാനൽ ഒന്ന് ആദ്യം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചാനൽ ലിങ്ക് അയക്കാൻ പറയുക. ഓരോരുത്തർ ഇൻസ്റ്റാഗ്രാമിൽ ഇത്തരത്തിൽ മെസ്സേജ് അയക്കും, ഓരോ ചാനലിന്റെ പ്രോബ്ലം കൊണ്ട്, ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ വരാറുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം പറയുന്നത് ചാനൽ ലിങ്ക് ഒന്ന് അയക്കൂ എന്ന് പറയും. ചാനൽ ഒന്ന് നോക്കിയാലേ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ചാനൽ നെയിം ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉടനടി അദ്ദേഹം കുറച്ച്, അതായത് അതിനുശേഷം അപ്പോൾ തന്നെ കുറച്ച് മണിക്കൂറിന് ശേഷം പറഞ്ഞു, എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, പ്രൊഫൈൽ പിക്ചർ ഇല്ലാതിരുന്നിട്ടായിരുന്നു അത് സെറ്റ് ചെയ്തപ്പോൾ കസ്റ്റം URL സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ ചേട്ടാന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനലിൽ പ്രൊഫൈൽ പിക്ചർ ഉണ്ടായിരിക്കണം. ഓക്കെ, ചാനൽ ബാനർ ഇല്ലെങ്കിലും ആവും എന്നുള്ളത് എൻ്റെ ചാനലിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ നിങ്ങൾ ചാനൽ ബാനറൊക്കെ കൊടുക്കുക. ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ചാനൽ ബാനർ, ചാനൽ പ്രൊഫൈൽ പിക്ചർ, അതുപോലെ തന്നെ 1 മാസത്തിൽ കൂടുതലായിരിക്കണം, 100 സബ്സ്ക്രൈബ്സിന് മേലിൽ ഉള്ളതായിരിക്കണം. ഓക്കെ, 1 മാസത്തിൽ കൂടുതൽ പഴക്കമുള്ള ചാനലൊക്കെ ആയിരിക്കണം. ഇങ്ങനെയുള്ളവർക്കൊക്കെ കസ്റ്റം URL വെക്കാൻ പറ്റും. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഈ കസ്റ്റം URL എന്താണെന്ന്. കസ്റ്റം URL എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിമോട് കൂടിയിട്ടുള്ള ഒരു URL. ഒരിക്കലും യൂട്യൂബ് ടീമായിട്ട് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കസ്റ്റം URL അല്ല കൊടുക്കേണ്ടത്, അത് ചാനൽ URL ആണ്. ആ കസ്റ്റം URLന്റെ മുകളിൽ തന്നെ കാണും നിങ്ങൾക്ക് ചാനൽ URL എന്നുള്ളത്. ആ ചാനൽ URL ആണ് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ അതുപോലെ തന്നെ എന്തെങ്കിലും അപ്പീൽ ചെയ്യുമ്പോഴും ഇതുപോലെ ചാനൽ URL ആണ് കൊടുക്കേണ്ടത്, കസ്റ്റം URL അല്ല കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് യൂട്യൂബ് പരമായി എന്തെങ്കിലും ഇഷ്യൂ നേരിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ URL ചോദിക്കുമ്പോൾ ചാനൽ URL ആണ് കൊടുക്കേണ്ടത്, കസ്റ്റം URL കൊടുക്കേണ്ട. കസ്റ്റം URL പിന്നെ ആർക്കാണ്? നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ സഹോദരന്മാര്, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ നമുക്ക് ഇത്തരത്തിൽ കസ്റ്റം URL കൊടുത്തുകൊണ്ട് നമ്മുടെ പേരോട് കൂടിയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിമോട് കൂടിയിട്ടുള്ള ആ ഒരു URL കൊടുക്കുമ്പോൾ, ഇവന്റെ പേരിൽ ഇത്തരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ള ആ ഒരു ആകാംക്ഷ ഉണ്ടാക്കാനും, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മുടേതായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതിലൊക്കെ ഈ ഒരു കസ്റ്റം URL കൊടുക്കാൻ പറ്റും. വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും.
അങ്ങനെയൊക്കെ കസ്റ്റം യൂആർഎൽ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചാനൽ നെയിം നമ്മുടേതായിട്ടുള്ള നെയിമിലൂടെ ഇത്തരത്തിൽ കസ്റ്റം യൂആർഎൽ കൊടുക്കുമ്പോൾ അതൊരു യുണീക്കായിട്ട് നല്ല ഭംഗിയുള്ള ഒരു നെയിമോട് കൂടി, അല്ലെങ്കിൽ എന്താണ് അവിടെ ഇംഗ്ലീഷ് ആൽഫബറ്റിക് അക്ഷരങ്ങളൊക്കെ ആയിട്ട് ഓരോരോ അക്ഷരങ്ങളായിട്ടുള്ള ആ ഒരു URL ആണ് കൊടുക്കുക. അപ്പൊ അത് കൊടുക്കുമ്പോൾ അതിലൊരു ചന്തവും ഇല്ല, ഭംഗിയില്ല, അങ്ങനെ ഒരു URL ആണ്. അതുകൊണ്ടാണ് ഈ ഒരു കസ്റ്റം URL അധികം പേര് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു നെയിമാണ്. ആരുടെയും നമ്മുടെ വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ മറ്റുള്ള ആളുകൾക്കൊക്കെ അത്തരത്തിൽ, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ചാനൽ URL ഒക്കെ കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിൽ ചാനൽ കസ്റ്റം URL. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനാണ് ഇത്തരത്തിൽ ഈ ഒരു URL നെ കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞത്. ഇനി നമുക്ക് കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒന്ന്, ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ് എന്തുകൊണ്ട് കുറയുന്നു, അതായത് സബ് ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ നടക്കുന്നതുകൊണ്ട് ഒരുപാട് പേരുടെ സബ് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ സബ് തിരിച്ചു കിട്ടിയോ എന്ന് കമന്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ കാണാനും പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങളുടെ സബ് കുറയുന്നതെന്ന്. അപ്പൊ ഇതിൽ കമന്റ് ചെയ്തതിൽ ഒരുപാട് പേര് കിട്ടി എന്ന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ആളുകൾക്കും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പലവർക്കും 50 സബ്സ്ക്രൈബ്സ് പോയിട്ടുണ്ടെങ്കിൽ 25 സബ്ബോളം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പകുതി കണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ പകുതിയോളം സ്പാം ആയി പോയിട്ടുണ്ട് എന്ന് തന്നെ അനുമാനിക്കുക. കാരണം ചില ഇതൊക്കെ ഇത്തരത്തിൽ യൂട്യൂബ് സ്പാം ആയിട്ടുള്ള സബ്സ്ക്രൈബ്സിനെ എടുത്തു കളയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ പോയിട്ടുണ്ടാവും. അപ്പൊ കുറച്ച് പേർക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു വീഡിയോയുടെ താഴെ, അതായത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ്, അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ മനസ്സ് വായിച്ച പോലെ ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടില്ല, എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ല, ബട്ട് ഞാനും പറയും എനിക്ക് ചാനലുണ്ട് എന്ന്, പരിശ്രമിക്കുന്നു അത് അങ്ങനെ പറയാനായി. അതായത് ഇതൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് പേര് ഒരുപാട് കഷ്ടതകൾ കൊണ്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. നമ്മുടെ ഫാമിലി എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന ഓരോരുത്തരും ക്രിയേറ്റേഴ്സ് ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഓരോ ക്രിയേറ്ററിനും നിങ്ങളുടെ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള, നിങ്ങളെ വിശ്വസിച്ച് വന്നിട്ടുള്ള ഓരോ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ ഫാമിലി തന്നെയാണ്. അവർക്ക് ജെനുവിൻ ആയിട്ടുള്ള കണ്ടന്റ് കൊടുത്ത് മുന്നേറണം എന്നുള്ള രീതിക്ക് തന്നെയാണ് ഓരോ ബിഗിനറും വരുന്നത്. ഓരോരും ഇപ്പോൾ ഒരുപാട് ബില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരാണെങ്കിൽ ശരി, അവരുടെ ഫാമിലിക്ക് നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഇവരും, അതായത് ഈ പറയുന്നത് എൻ്റെ മനസ്സ് വായിച്ച പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വീഡിയോയിൽ ഞാൻ ബിഗിനർ ആയിട്ടുള്ളവർക്ക് നല്ലൊരു മോട്ടിവേഷൻ തന്നെയായിരിക്കും കൊടുത്തിരിക്കുക. കാരണം ഞാൻ എപ്പോഴും ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ പറയുള്ളൂ. പക്ഷെ എന്നെ കുറിച്ച് അറിയുന്നവർക്ക് ഞാൻ ആ പറഞ്ഞ വാചകത്തിന്റെ പൊരുൾ മനസ്സിലാവും. അപ്പൊ എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും തീർച്ചയായിട്ടും യൂട്യൂബ് ചാനലിൽ മുന്നേറാൻ സാധിക്കും. പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് പഴഞ്ചൊല്ലുകളുണ്ട്. അതെല്ലാം എന്താണെന്നറിയോ, നമ്മൾ ക്ഷമയോടുകൂടി ഇതിൽ പ്രവർത്തിച്ചാൽ നമുക്ക് സാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഇതിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന് നമുക്കിതിൽ സാധിക്കും എന്നുള്ള ദൃഢനിശ്ചയമുള്ളവർക്ക് തീർച്ചയായും പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. പക്ഷെ ഇതിൽ ഒരുപാട് പേര് ഉൾവലിഞ്ഞു പോകുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പ്രതീക്ഷിച്ച പോലെ കിട്ടില്ല. അവർ പ്രതീക്ഷിക്കുന്ന എങ്ങനെ അറിയോ, വലിയ വലിയ ചാനലുകളൊക്കെ കണ്ടിട്ട് വലിയ വലിയ ചാനലുകളൊക്കെ നല്ല ഗ്രോവ് ആകുന്നു, മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്നു, ലക്ഷക്കണക്കിന് വ്യൂസ് കിട്ടുന്നു. അപ്പൊ എനിക്കും ചാനൽ തുടങ്ങി ഒരു മാസം ഞാനൊന്ന് ഭാഗ്യ പരീക്ഷണം നോക്കാം, തീർച്ചയായിട്ടും എനിക്കും കിട്ടിയായിരിക്കും, അങ്ങനെ പ്രതീക്ഷിച്ച് വരുന്നവരുണ്ട്. അവർക്ക് കൂടുതൽ കാലം നിലനിൽക്കാൻ സാധിക്കില്ല. അതല്ല, ഞാൻ ക്ഷമിച്ച് എനിക്ക് സാധിക്കുന്ന പോലെ, എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ. കാരണം യൂട്യൂബ് ഒരു ക്രൈറ്റീരിയ കൊടുക്കുന്നത് 1000 സബും 4000 പബ്ലിക് വാച്ചവേഴ്സും എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്, നിങ്ങൾ പ്രയത്നിച്ചു വന്ന് നിങ്ങൾ ഇതിൽ ഓരോ സ്റ്റെപ്പും ഈ ഒരു കടമ്പകൾ തീർത്ത് നിങ്ങൾ മുന്നേറുമ്പോൾ തീർച്ചയായിട്ടും 1000 സബ്സ്ക്രൈബ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ ഫാമിലി ആയിരിക്കും. 4000 പബ്ലിക് വാച്ചവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ വീഡിയോ വാച്ച് ചെയ്ത ആ ഒരു പബ്ലിക് വാച്ചവേഴ്സ് ആയിരിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് മറികടക്കാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സക്സസ് ആയിട്ടുള്ള ഒരു യൂട്യൂബർ ആയിരിക്കും എന്നുള്ളത് 100% അല്ല 110% ഞാൻ പറയും. കാരണം നിങ്ങൾ എവിടെയും പോയിട്ട് സബ് പറഞ്ഞിട്ടില്ല, എവിടെയും പോയിട്ട് നിങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ട് ചോദിച്ചിട്ടില്ല എൻ്റെ വീഡിയോ ഒന്ന് കാണും കേട്ടോ, അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിന്റെ താഴെ പോയിട്ട് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കൂട്ടാവൂ, അങ്ങോട്ട് കൂട്ടാവാം, ഇങ്ങോട്ട് വരൂ, ഇതൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കണ്ടന്റിൽ നിങ്ങൾക്ക് അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ആൾ വരും എന്നുള്ള ആ ഒരു ജെനുവിൻ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ട്. തമ്പനയിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. തമ്പനയിലൊക്കെ ബിഗിനറായിട്ട് വരുന്നവർക്ക് സ്വാഭാവികമായിട്ടും എൻ്റെ പഴയ വീഡിയോ എടുത്ത് നോക്കിയാൽ എനിക്ക് ഇപ്പോഴും അറിയാം തമ്പനയിൽ എൻ്റെ മോശമായിട്ടുള്ള പഴയ വീഡിയോസിന്റെ തമ്പനയിൽ ഭയങ്കര മോശമാണ്. പക്ഷെ പുതിയ വീഡിയോസിന് തമ്പനയിൽ നമ്മൾ ഒരുപാട് അട്രാക്റ്റീവ് ആക്കാൻ നോക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണ്, നമുക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ്. ഇതെല്ലാം നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്ന് പഠിച്ചത് കൊണ്ടാണ്. നമ്മൾ ഒരുപാട് വീഡിയോസ് മുന്നോട്ട് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു വരുന്ന ഒരു വാക്കുകളുണ്ടല്ലോ, ഇന്ന് വീഡിയോ ഇടണം. അതെങ്ങനെയാണ് അറിയോ, നമുക്ക് വിജയിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ.
പലവർക്കും ഇല്ലാത്തത് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ വിചാരിച്ച പോലുള്ള വ്യൂസ് വരുന്നില്ല, വിചാരിച്ച പോലെയുള്ള റീച്ച് വരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിലാണ് പലവരും മുഷിഞ്ഞു പോകുന്നത്, പലവരും ഉൾവലിഞ്ഞു പോകുന്നത്, യൂട്യൂബ് ചാനൽ നിർത്തി പോകുന്നത്. അതല്ല, എന്നെ കൊണ്ട് സാധിക്കും. പിന്നെ വേറൊരു കാര്യം പറയാം, ഇതിൽ നമ്മുടെ കണ്ടന്റ് കൊടുക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള വീഡിയോ കൊടുക്കുമ്പോൾ, നമ്മുടേതായിട്ടുള്ള അറിവുകൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ, ഇന്നല്ലെങ്കിൽ നാളെ ഓക്കെ നമ്മുടെ വീഡിയോസ് പലതും പഴയ വീഡിയോസ് ഒക്കെ ഓടാറുണ്ട്. കാരണം എന്താ പറയുക, നമ്മൾ ഓരോ ID വെരിഫിക്കേഷൻ ചെയ്യുന്നത്, ബാങ്ക് ഡീറ്റെയിൽസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ജെന്യൂൻ ആയിട്ട് എൻ്റെ വീഡിയോ, എൻ്റെ തന്നെ കാര്യങ്ങൾ, എൻ്റെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നതും, എൻ്റെ ID വെരിഫിക്കേഷൻ ചെയ്യുന്നതും അങ്ങനെയും, അതുപോലെ തന്നെ നമ്മുടെ ചില ഫാമിലീസിന്റെ ഇതുപോലെ ID എറർ ആകുമ്പോൾ, ID വെരിഫിക്കേഷൻ സക്സസ് ആകാണ്ടാകുമ്പോൾ, ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് പ്രാക്ടിക്കലായിട്ട് ഞാൻ നിങ്ങളോട് കാണിച്ചു തരുന്നത് നിങ്ങളുടെയും ഒരു കാരണവശാലും തെറ്റാതെ വളരെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജെനുവിൻ കണ്ടന്റ് ആണ്. ഇതിൽ ഒരു കളങ്കം ഇല്ലാതെ നിങ്ങൾക്ക് സത്യസന്ധമായി ചെയ്യാൻ, കണ്ണടച്ചിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട്, അല്ലെങ്കിൽ കണ്ണ് തുറന്നാലേ വീഡിയോ കാണാൻ പറ്റുള്ളൂ. പക്ഷെ കണ്ണടച്ചിട്ട് എന്ന് പറയുന്നത് അത്രയും സത്യസന്ധമാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ വീഡിയോസ് അല്ലെങ്കിൽ നാളെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകും എന്നുള്ള തോന്നലോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വ്യൂസ് തനിയെ നമ്മുടെ പിന്നാലെ വരും. കാരണം നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. വിജയം സുനിശ്ചിതമാണ്, നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്തരത്തിൽ മോട്ടിവേഷൻ ഒരുപാട് പേർക്ക് കൊടുക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും സാധിക്കില്ല എന്നുള്ള മനസ്സുകൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സാധിക്കില്ല. അത് ഏതൊരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഇതെന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിച്ചാൽ പിന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിലേക്ക് സാധിക്കില്ല. പക്ഷെ ഞാൻ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ വ്യക്തി അതിലേക്ക് പോവുകയാണെങ്കിൽ, അതും ഉള്ളിലുള്ള മനസ്സിന്റെ ആ ഒരു ശക്തിയും കൂടി, അതായത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ആ ഒരു മനസ്സിന്റെ ഉച്ചാരണം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും അവിടെ വിജയിച്ചിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരുപാട് മത്സരമുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കാലങ്ങളായത്, കോവിഡിന്റെ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് സിനിമാ നടിമാരും സീരിയൽ നടിമാരും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും എന്താണ് അറിയോ, ഈ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കെട്ടിപ്പടുത്ത് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വരുന്നതും. അതുപോലെ തന്നെ ഇതിലൊരു നല്ലൊരു ഏണിങ്സ് കിട്ടും എന്നുള്ള ആ ഒരു ധാരണയും അത് കിട്ടുന്നുമുണ്ട്. ധാരണയല്ല, അത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്, നല്ലൊരു ഏണിങ്സ് കിട്ടും. അപ്പോൾ ഒരുപാട് പേര് കടന്നു വരുമ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് നന്നായി പഠിക്കണം. യൂട്യൂബിൽ നല്ല നല്ല കണ്ടന്റ് വീഡിയോസ് കൊണ്ടുവരണം. മൈക്ക് ഉപയോഗിച്ചിട്ട് വീഡിയോസ് ചെയ്യണം. കാരണം വോയിസ് നിങ്ങളുടെ ഒരിക്കലും മൊബൈലിൽ നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യില്ല. അപ്പം നല്ല രീതിയിലുള്ള വോയിസ് തന്നെ നല്ല രീതിയിൽ കൊടുക്കണം. ഓക്കെ, നമ്മുടെ ഓഡിയൻസിന് നല്ല രീതിയിൽ കേൾക്കുന്ന പോലെ തന്നെ കൊടുക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെ കുറച്ച് കാശൊക്കെ ചെലവാക്കേണ്ടി വരും. എന്നിരുന്നാലും ഒരുപാട് ക്യാഷ് ചെലവാക്കണം എന്ന് പറയില്ല. ബിഗിനറായിട്ട് വരുന്നവർ എപ്പോഴും സക്സസ് ആകണമെങ്കിൽ മാത്രം, എൻ്റെ യൂട്യൂബ് ചാനൽ ക്ലച്ച് പിടിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു അവസ്ഥയിലെത്തുമ്പോൾ മാത്രം പൈസ ചെലവാക്കിയാൽ മതി. ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമ്മളെ കൊണ്ട് സാധിക്കാത്തത് എന്താ ഉള്ളത്? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ സബ് ഒരുപാട് പേർക്ക് പോകുന്നുണ്ട്, അതുപോലെ വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ കണ്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, സബ് പോയതും വന്നതും അറിഞ്ഞില്ല. അതായത് അങ്ങനെയുള്ള വ്യക്തികളുണ്ട് യൂട്യൂബിൽ. അതായത് ഇത് അദ്ദേഹത്തിന്റെ തെറ്റല്ല. ഈ ഞാൻ പറയുന്ന ഞാനും ഇത്തരത്തിൽ സബ് പോയിട്ടുണ്ടോ വന്നിട്ടുണ്ടോ ഇങ്ങനെ നോക്കാറില്ല. ഞാൻ എപ്പോഴും ഒരു പറഞ്ഞു, ഇപ്പം 64,000 ഫാമിലിയായി, അതുപോലെ 64,500 64 അതുപോലെ 600 700 ഇങ്ങനെ അതിന്റെ ഇടയിൽ 2 3 കുറയുന്നതോ അല്ലെങ്കിൽ കൂടുന്നത് നമ്മൾ എപ്പോഴും അറിയും. ഇങ്ങനെ 100 200 കൂടുമ്പോഴൊക്കെ പെട്ടെന്ന് നോക്കാറുണ്ട്. കുറഞ്ഞ പെട്ടെന്ന് മൈൻഡിൽ വരില്ല. അപ്പൊ ഇത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ശ്രദ്ധയിൽ, അതായത് നല്ലൊരു കണ്ടന്റ് ഇനി കൊണ്ടുവരണം, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്യണം, അങ്ങനെയുള്ള ശ്രദ്ധയിൽ ഇത്തരത്തിൽ സബ് പോകുന്നുണ്ടോ വന്നോ എന്നും നോക്കാറില്ല. അപ്പൊ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല, ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സും ഇത്തരത്തിൽ തന്നെയാണ്. അവര് 10,000-2000 സബ് പോയാലേ അറിയുള്ളൂ. 20-30 സബ് പോയാലൊന്നും അവർക്കും അറിയില്ല. ഇത്തരത്തിലാണ് അവർ കണ്ടന്റിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ അത് ഞാൻ തെറ്റായിട്ടുള്ള ഒരു കമന്റ് ആണെന്നല്ല കേട്ടോ, അത് ചെറിയൊരു പോയിന്റ് തന്നെയാണ്, അതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വേറൊരാൾ പറഞ്ഞിട്ടുണ്ട്, ആഹാ ഇത് യൂട്യൂബിന്റെ പ്രശ്നമായിരുന്നു, എന്റെ സെയിം പ്രോബ്ലം വന്നിരുന്നു, ഇന്നലെ 8 സബ് കുറഞ്ഞിരുന്നു, ഞാൻ വിചാരിച്ചു എല്ലാവരും അൺസബ് ചെയ്ത് പോവുകയാണെന്ന്, ആകെ ടെൻഷൻ ആയിരുന്നു ഇന്നലെ, ഇന്നേക്ക് അത് തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ അൺസബ് ചെയ്ത് പോയൊന്നുമല്ല, ഇന്നേക്ക് തിരിച്ചു വന്നു. കാരണം യൂട്യൂബിൽ നടക്കുന്ന ചെറിയൊരു ബഗ്ഗാണ്. ഇത്തരത്തിലുള്ള ബഗ്ഗൊക്കെ യൂട്യൂബിൽ നടക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഫാമിലി ടെൻഷൻ അടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു വീഡിയോ രൂപത്തിൽ അറിയിക്കാറുണ്ട്. കാരണം നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ ഒരുപാട് പേര് മനസ്സിന് ഉറപ്പില്ലാത്തവരാണ്. ഒരുപാട് പേര് എൻ്റെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എൻ്റെ അടുത്ത് എന്നെ കൊണ്ട് ആവുന്ന രീതി, എന്നെ കൊണ്ട് ക്ഷമിക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഞാൻ ക്ഷമിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പൊ വീഡിയോയിലൂടെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും
ഞാൻ എത്രത്തോളം ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് എന്ന്. ചിലവർ പറയും നിങ്ങൾ വലിച്ചു നീട്ടി പറയുന്നു, ഇതൊക്കെ ചെറിയ ഷോർട്ടായിട്ട് പറഞ്ഞുകൂടെയെന്ന്. പക്ഷെ ആ പറയുന്നവരുടെ മൈൻഡ് പോലെ ആയിരിക്കില്ല ഇതിൽ പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നവരുടെ. ഓക്കെ, ഇതിൽ പഠിക്കണം എന്ന് പറഞ്ഞു വരുന്നവരാണ് അധികം. ഇപ്പൊ യൂട്യൂബിൽ ഇത്തരത്തിൽ ഞാൻ കണ്ടന്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കണം എന്ന് പറഞ്ഞവരാ വരിക. എന്റെ കണ്ടന്റ് അങ്ങനെയാണ്. ഈ പഠിച്ചവരുണ്ടല്ലോ, നമ്മുടെ കണ്ടന്റ് ഒക്കെ കണ്ട് പഠിച്ചവര് 4 ലക്ഷം 5 ലക്ഷം സബ്സ്ക്രൈബ്സ് ആയവര്, അവർ ആകെ കാണുന്ന വീഡിയോ യൂട്യൂബിൽ വല്ല അപ്ഡേറ്റോ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വല്ല ചേഞ്ചസ് ഒക്കെ, ടേംസ് ആൻഡ് സർവീസ് ഒക്കെ വന്ന അങ്ങനെയുള്ള വീഡിയോ കാണുള്ളൂ. പക്ഷെ നമ്മുടെ ചാനലിൽ എപ്പോഴും പുതുതായിട്ട് വരുന്നവരെ കയറുള്ളൂ. പുതുതായിട്ട് വരുന്നവർ എന്താണ്, പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് വരുന്നവരാണ്. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കും പിന്നെ ഇതുപോലെ യൂട്യൂബിന്റെ അപ്ഡേറ്റോ യൂട്യൂബിന്റെ ടേംസ് ആൻഡ് സർവീസിൽ വന്ന മാറ്റങ്ങളോ ഇതൊക്കെ അറിഞ്ഞാൽ മതി. ഓക്കെ, അതുപോലെ പൈസ വില ഏണിങ്സ് കൂടുന്നുണ്ടോ, ഏണിങ്സിൽ വല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അപ്പോൾ ഒരു സബ് ചെയ്യും, നമ്മുടെ ചാനൽ സബൊക്കെ ചെയ്ത് വെക്കും. കാരണം വല്ല അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മലയാള ചാനലിൽ ഏറ്റവും ഫസ്റ്റ് അപ്ഡേറ്റ് നമ്മുടെ ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം കേട്ടോ. നിങ്ങളുടെ കമന്റ് തീർച്ചയായിട്ടും വാല്യുബിൾ ആണ്, അത് നിങ്ങൾ രേഖപ്പെടുത്തുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി മനസ്സിലായെന്ന് കരുതുന്നു. URL കുറിച്ച് പറഞ്ഞു, അതായത് കസ്റ്റം URL കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു തന്നു. എങ്ങനെയാണ് കിട്ടുക, എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ഒക്കെ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ തളരാതെ മുന്നോട്ട് പോകുക. യൂട്യൂബിൽ പ്രവർത്തിക്കണം, എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളവർ തീർച്ചയായിട്ടും തളരരുത്. നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അത് തീർച്ചയായിട്ടും അത് മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ഉച്ചരിച്ചു കൊണ്ടിരിക്കേണ്ട ഒരു വാചകമാണിത്. എന്നെ കൊണ്ട് സാധിക്കും, ഇന്നത്തെ കണ്ടന്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം, ഇന്ന ടൈമിൽ ഞാൻ അപ്ലോഡ് ചെയ്യണം, ഷെഡ്യൂൾഡ് ചെയ്ത് വെക്കണം, 4-5 വീഡിയോസ് എടുത്ത് വെക്കണം, നാളെ മറ്റൊന്നും എനിക്ക് ട്രാവലിംഗ് ഉണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോകാനുണ്ട് എന്നുണ്ടെങ്കിൽ 2-3 ദിവസം മുമ്പ് തന്നെ വീഡിയോസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. ആ ടൈമിന് നമ്മുടെ സബ്സ്ക്രൈബ്സ് ആയിട്ടുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ പോയി നമ്മുടെ വീഡിയോയിൽ ആ ഒരു അറ്റ് എ ടൈമിൽ കിട്ടുന്ന റീച്ച് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു റീച്ചാണ്. പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് സാധിക്കാറില്ല ഇത്തരത്തിൽ പെട്ടെന്ന് ചെയ്യാൻ. അതായത് ഒരു ടൈം തന്നെ ഫിക്സ് ചെയ്ത് വെച്ച് ചെയ്യാൻ സാധിക്കാറില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, ബിഗിനറായിട്ട് വരുന്നവർ ഒരു ടൈം, പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് വീഡിയോസ് പബ്ലിഷ് ചെയ്യാൻ നോക്കുക. അത് നല്ലൊരു റീച്ചിന്റെ ഒരു ഘടകമാണ്. ഓക്കെ, ഈ ഒരു കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നേറുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടേതാണ്. ഓക്കെ, ഒരു കാരണവശാലും നിങ്ങൾ പിറകോട്ട് പോകരുത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.